ഞാൻ പറഞ്ഞു ഇനിയുമുള്ള ഒരു യുദ്ധമാണ്. ആ യുദ്ധം ആരൊക്കെയാണോ ആ യുദ്ധത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് അത് കളിക്കുന്നത് അവന് മാത്രമേ വിജയിക്കാൻ പറ്റൂ, അല്ലാതെ ഒരാൾക്കും വിജയിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ദ മോസ്റ്റ് ലക്കിയസ്റ്റ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഡയറക്ട് സെല്ലിംഗിന്റെ യുഗം ആരംഭിക്കാൻ പോകുന്നതിൽ തുടക്കത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. പക്ഷേ എന്താ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ സാധ്യത മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇറങ്ങണം ഫ്രണ്ടില്. നിങ്ങൾ ചെയ്യണം. നിങ്ങൾ 6-ാം തമ്പുരാൻ സിനിമയിലെ എന്താ പറഞ്ഞത് സായികുമാർ മോഹൻലാൽ എന്ന് പറയുന്നത് ചേട്ടാ നീ ഇറങ്ങണം കളത്തിൽ എന്ന് പറയുന്ന കണക്ക് എനിക്ക് നിങ്ങളോട് പറയുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യണം? ഇതുവരെ നിങ്ങൾ വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങണം. നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ആവാതെ മുന്നണി പോരാളികൾ. അതിനെന്ത് വേണമെന്നറിയാമോ? ഞാൻ ചിലപ്പോൾ കുറച്ച് അൺപാർലമെന്ററി ആവും, ഒന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. അതിന് തണ്ടയ്ക്ക് ഉറപ്പ് വേണം. എന്ത് വേണം? തണ്ടയ്ക്ക് ഉറപ്പ് വേണം. അത് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. സുഹൃത്തുക്കളെ, ഞാൻ 2000 MBA ചെയ്ത ആളാണ്. 2000 പഠിക്കുന്നതിന് മുമ്പിട്ട് 4 കമ്പനിയിൽ എന്റെ സെലക്ഷൻ കിട്ടി. 4 കമ്പനിയിൽ. പക്ഷേ എന്താ ചെയ്തത്? 4 കമ്പനി സെലക്ഷൻ കിട്ടിയ ആളാണ്. ഞാൻ ജോലി ചെയ്തു 9 മാസം. 9ാമത്തെ മാസം എന്റെ ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം അതും ഭയങ്കര രസമാണ്. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ചെയ്യാറുണ്ടോ? ഹലോ, പല ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത് പട്ടിയാണ്. സീരിയസ്ലി സ്പീക്കിംഗ്, എക്സ്ട്രാ ഡോഗ് എന്നെ എന്താ പറയുക നിപ്പുറക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ അടുത്തിട്ട് വരാൻ വിചാരിച്ചത്. ഓക്കെ, അനുവദിക്കാത്തതുകൊണ്ട് നിൽക്കാം എന്നാണ്. പട്ടിയാണ് എന്നെ ബിസിനസ്സിലേക്ക് ഇറക്കിയത്. നിങ്ങളൊരു പട്ടിക്ക് എത്ര കൗതുണ്ട് ഉണ്ട്. ഞാൻ പറഞ്ഞു നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ പിന്നീടൊക്കെ കേട്ടു. എങ്ങനെ ഈ പുതുതായിട്ട് കേൾക്കുന്ന സമയത്ത് ആദ്യം ബിസിനസ് ഉണ്ടാവും, അടിപൊളി സംഭവമൊക്കെയാണ്. ഞാൻ തന്നെ എടുത്ത കാര്യം സമയത്തേക്ക് എന്ത് ചെയ്തു? ഉടനെ തന്നെ ആരൊക്കെയാണ് ജോലി ചെയ്യുന്നത് അവരൊക്കെ ലിസ്റ്റ് മനസ്സിലൊക്കെ തന്നിട്ടു. എന്റെ കഷ്ടകാലത്തിന് ഞാൻ ഈ പ്ലാൻ ചെയ്യുന്നത് രാത്രിയിലാണ്. ഒരു 10 മണി സമയമാവും. ഞാൻ വേ ബാക്ക് 2001 കാലമാണ് പറയുന്നത്. ആ സമയത്തൊക്കെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലോട്ട് വണ്ടിയില്ല. ഒരു ട്രെയിൻ ഉണ്ട് എന്റെ വല്യമ്മയുടെ വീട്ടിലോട്ട്. ഞാൻ ആ ട്രെയിനിൽ കയറി. വീട്ടിൽ വിളിച്ച് പറഞ്ഞു വരില്ല, വല്യമ്മയോടെ പോകാനാണ് പറഞ്ഞു ചെന്നു. അപ്പൊ ഞാനിങ്ങനെ വണ്ടി യാത്ര ചെയ്ത് ഹാഫ് മൈൽ മാർക്കിലെത്തിയപ്പോഴത്തേക്ക് എന്റെ മനസ്സിൽ നെഗറ്റീവ്സ് വന്നു. ഓ, ഈ പറയുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാൽ വരാതിരുന്നാൽ എന്ത് ചെയ്യും? ഹലോ, നമ്മുടെ പ്രശ്നമൊക്കെ ഇതൊക്കെ തന്നെയാണ്. എന്താണ് ഓവർ തിങ്കിങ്? അറിയാമോ നിങ്ങൾക്ക്? ഓവർ തിങ്കിങ്. സമയമില്ല, അങ്ങനെ കഥ പറഞ്ഞുതരായിരുന്നു. സമയമില്ല, അതിന് കഥയുണ്ട്. അതുകൊണ്ട് സമയം പറയാം. അപ്പൊ ഇത് ഓവർ തിങ്കിങ്. ചിന്തിച്ച് ഇവര് വന്നില്ലെങ്കിലോ, ഇവർ നാളെ എന്ത് പറയും, ഇങ്ങനെ തിരിച്ച് പകുതി എത്തിയപ്പോഴത്തേക്ക് ഞാൻ ഈ ബിസിനസ് വേണ്ട എന്ന് തീരുമാനമെടുത്തു. അത് കഴിഞ്ഞിട്ട് നേരെ എന്ത് ചെയ്തു? എത്തേണ്ട സ്ഥലത്തെത്തി. അപ്പോഴത്തേക്ക് തീരുമാനം ഈ പരിപാടി നമുക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ റെയിൽവേ സ്റ്റേഷൻ വണ്ടി ഇറങ്ങി നേരെ പോയാൽ